എന്റെ എന്താ പറയാ, ഞാനിപ്പോഴും കണ്ണനോട് പറയും, എൻ്റെ ഒരു വാക്കിന്റെ പേരില കണ്ണ താങ്കൾ അത്രയും പൈസ മുടക്കി കണ്ണന് വേണ്ടി കളഞ്ഞത്. എൻ്റെ ഒറ്റ വാക്കിന്റെ പേരിലാണ്. ഞാൻ എപ്പോഴും പറയും, പടച്ചോൻ തിരിച്ചു തരും. ഏതെങ്കിലും രൂപത്തിൽ ദൈവം എപ്പോഴും കൂടെ ഉണ്ടാവും. പ്രിയപ്പെട്ടതായിരുന്ന എന്ന് പറയുന്ന ഒരു നടൻ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു നടനായിരുന്നു കുറച്ചു നാൾ മുമ്പ് വരെ ജയറാം. അദ്ദേഹത്തിന്റെ അഭിനയം, കോമഡി, ആളുകളോടുള്ള ബിഹേവിയറിങ്, അതിവിനയം ഒക്കെ ജനങ്ങൾ കുറെ ഇഷ്ടപ്പെട്ടിരുന്നു. ഏതൊരു മനുഷ്യന്റെ ഉള്ളിലും നമുക്ക് മറ്റൊരു മനുഷ്യൻ അറിയാത്ത ഒരാളുണ്ടാവും. എല്ലാവരുടെ ഉള്ളിലും ഉണ്ട്, എൻ്റെ ഉള്ളിലും ഉണ്ട്, നിങ്ങളുടെ ഉള്ളിലും ഉണ്ട്. അത് മറ്റാർക്കും അറിയില്ല, നമുക്ക് മാത്രമേ അറിയൂ. അങ്ങനെ ഒരു മനുഷ്യനുള്ള കാര്യം, അങ്ങനെ ഒരു സ്വഭാവമുള്ള ഒരു കാര്യം. ജയറാമിനും അങ്ങനെ ഒരു വ്യക്തിത്വമുണ്ട്. ആ വ്യക്തിത്വം ഡുവൽ പേഴ്സണാലിറ്റി എന്നൊക്കെ പറയുന്ന പോലെ ആ വ്യക്തിത്വം ഇപ്പോ പുറത്തു വന്നിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമുക്കറിയാം, ഇപ്പോ ഈയിടെയായിട്ട് പല പല വിഷയങ്ങളും ജയറാമിനെ കുറിച്ച് പുറത്തു വരുന്നുണ്ട്. അദ്ദേഹത്തിന്റെ അതിവിനയത്തിനുള്ളിലെ ക്രൂരനായ ഒരു മനുഷ്യനും പണത്തിനോട് ആക്രാന്തമുള്ള ഒരാളും, അങ്ങനെ കുറെ നെഗറ്റീവ് സ്വഭാവമുള്ള ഒരു യഥാർത്ഥ ജയറാം ആയിരിക്കാം, അറിയില്ല എന്താണെന്ന് പറയാം. അത് പുറത്തു വരുന്നുണ്ട്. അതിനൊരു ബെറ്റർ എക്സാമ്പിൾ ആണ് നമ്മൾ ഈയിടയ്ക്ക് കേട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ജയറാമിന്റെ മകൻ കാളിദാസൻ അഭിനയിച്ച പൊട്ടിപ്പോയൊരു പടം, ഹാപ്പി സർദാർ എന്ന് പറയുന്ന ഒരു സിനിമ. ആ സിനിമ ആലപ്പുഴയിലുള്ള ഒരു പ്രൊഡ്യൂസറെ കൊണ്ട് നിർമ്മിച്ചതാണ്. അദ്ദേഹം 10 കോടിയോളം രൂപ ആ സിനിമയ്ക്ക് മുടക്കി. പക്ഷെ 10 പൈസ പോലും തിരിച്ചു കിട്ടാത്ത ഒരു സിനിമയായി പോയി. അത് 8 നിലയിൽ പൊട്ടിയ സിനിമ. ആ പ്രൊഡ്യൂസർക്ക് പിന്നീട് ഒരു ഗുരുതരമായ രോഗം ബാധിക്കുകയും പലതവണയും ഈ ജയറാമിനെ വിളിച്ച് സഹായം അഭ്യർത്ഥിച്ചിട്ട് അത് നൽകാതിരിക്കുകയും, അതിൽ ഒരു കോൾ ആണ് ഇപ്പൊ റെക്കോർഡിംഗ് ആയി ലീക്കായി പുറത്തു വന്നിരിക്കുന്നത്. മറ്റൊരു കാര്യം കേട്ടോ, ഈ പ്രൊഡ്യൂസറെ നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട മഹാനടൻ, നല്ലൊരു മനുഷ്യൻ ആയ മമ്മൂക്കയാണ് ആ പ്രൊഡ്യൂസറെ പണം കൊടുത്ത് സഹായിച്ചത് എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും മമ്മൂക്ക, ഉള്ളിൽ നിന്നും ഒരു ഹൃദയത്തിന്റെ ഹഗ്. ഓക്കെ, അപ്പം നമ്മൾ വിഷയത്തിലേക്ക് വരാം. അപ്പോൾ നമ്മുടെ ജയറാം അദ്ദേഹത്തിന്റെ മകനെ രക്ഷപ്പെടുത്താൻ വേണ്ടി, മകന് പണം കിട്ടാൻ വേണ്ടി ഈ പ്രൊഡ്യൂസറോട് പറഞ്ഞ് പ്രേരിപ്പിച്ച് ആ സിനിമയെ ഹിറ്റാവുമെന്ന് പറഞ്ഞ് പ്രേരിപ്പിച്ചുകൊണ്ട് 10 കോടി രൂപ ആ പ്രൊഡ്യൂസറെ കൊണ്ട് മുടക്കിച്ച് ആ സിനിമ എടുത്ത് 8 നിലയിൽ പൊട്ടി. ശരിയാണ്, പൊട്ടി. അപ്പോ ഈ ജയറാമിന്റെ മകൻ എന്ന് പറയുന്ന ലേബലിൽ ഈ കാളിദാസ് ജയറാം പേയ്മെന്റ് മേടിച്ചിട്ടായിരിക്കുമല്ലേ സിനിമയിൽ ചെയ്തത്. മിനിമം ഏറ്റവും കുറഞ്ഞ ഒരു 50 ലക്ഷം രൂപയെങ്കിലും മേടിച്ചു കാണും. ഏറ്റവും കുറഞ്ഞ എമൗണ്ട് മേടിച്ചു കാണും അല്ലെ? ആ പൈസ എങ്കിലും എന്റെ പൊന്നു ജയറാമേട്ടാ തിരിച്ചു കൊടുക്കണ്ടേ? പടച്ചോൻ തരുമെന്നോ? എന്ത് ഡയലോഗാ താങ്കൾ പറയുന്നത്? എന്ത് അതിവിനയമായിട്ടാണ് അയാളെ പറ്റിക്കുന്നത്? ആ പാവം പ്രൊഡ്യൂസറായ മനുഷ്യനെ എന്ത് അതിവിനയം കാണിച്ചിട്ടാണ് ആ മനുഷ്യനെ പറ്റിക്കുന്നത്? നിങ്ങളെ 10 കോടി രൂപ പോയി, അത് പോട്ടെ, പടച്ചോൻ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് തിരിച്ചു വരുമെന്ന്. ആ സുഖമില്ലാത്ത മനുഷ്യൻ നിങ്ങൾ മേടിച്ച പൈസയെങ്കിലും, നിങ്ങൾ 10 പൈസ മേടിക്കാതെ സിനിമയിൽ അഭിനയിക്കുന്നല്ലോ കാളിദാസ് ജയറാം. ആ മേടിച്ച പേയ്മെന്റ് തിരിച്ചു കൊടുക്കണ്ടേ? ആ ഒരു മാന്യത കാണിക്കണ്ടേ ജയറാം? ആ ഒരു മാന്യത കാണിക്കണ്ടേ ഒരു മനുഷ്യനോട്? അതുപോലും കാണിക്കാത്ത ഒരു ക്രൂരനായ ഒരു ജയറാം ഉണ്ടായിരുന്നു നിങ്ങളുടെ മനസ്സിൽ. കഷ്ടമായി പോയി. ജനങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയല്ലേ താങ്കൾ? ആ ഒരു ഇമേജ് മരിക്കുന്നത് വരെയും കൊണ്ടുപോകണ്ടേ? ഇവിടൊക്കെ നമ്മൾക്ക് എത്ര നാൾ ജീവിക്കാൻ ഈ പണം കെട്ടിപ്പിടിച്ച്? നിങ്ങൾക്ക് 10 പൈസ ഇല്ലാത്ത ആളൊന്നും അല്ലല്ലോ. നിങ്ങൾ പറഞ്ഞപ്പോ നിങ്ങളെ മകനെ വിശ്വസിച്ച്, നിങ്ങളെ വിശ്വസിച്ച് 10 കോടി ഇൻവെസ്റ്റ് ചെയ്ത സിനിമ എടുത്തു, അത് പൊട്ടി. നിങ്ങളെ വിശ്വസിച്ച് സിനിമ എടുത്താണ് അത് പൊട്ടിയത്. അതിനൊരു ചെറിയൊരു പൊട്ടിയതിന് പൈസ തിരിച്ചു കൊടുക്കണം. പക്ഷെ അദ്ദേഹം രോഗം ബാധിച്ച് കിടന്നപ്പോ അദ്ദേഹത്തിന്റെ ചികിത്സയ്ക്കായി ഒരു എമൗണ്ട്, മേടിച്ച എമൗണ്ടെങ്കിലും തിരിച്ചു കൊടുത്ത് അദ്ദേഹത്തിനെ സഹായിക്കണ്ടായിരുന്നോ? അതിലൊരു മനുഷ്യന്റെ, നിങ്ങൾ നടന്റെ കാര്യം വിട്, ഒരു മനുഷ്യൻ ചെയ്യേണ്ട അങ്ങനല്ലേ? പക്ഷെ മമ്മൂക്ക ചെയ്തേ അദ്ദേഹത്തിനെ കൊണ്ട് 10 പൈസ ഒരു ഉപകാരപ്പെടാത്ത നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂക്ക അദ്ദേഹത്തിന് ചികിത്സയ്ക്ക് പൈസ കൊടുത്തു, അദ്ദേഹത്തിനെ സഹായിച്ചു. അതല്ലേ മനുഷ്യത്വം? അതല്ലേ മനുഷ്യൻ? എന്റെ പൊന്നു ജയറാമേട്ട, നിങ്ങളെയൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്നവരും നിങ്ങളൊക്കെ മാതൃകയാക്കുന്നവരുമാണ്. പണത്തിന് വേണ്ടി ഇങ്ങനെ മെഴുകി അതിവിനയം കാണിച്ച് താങ്കളുടെ യഥാർത്ഥ മുഖം മറച്ചു വെച്ച് ഈ ഫോൺ കോളിൽ നിന്ന് മനസ്സിലാവുന്നുണ്ടല്ലോ നിങ്ങൾക്ക് പടച്ചോൻ തരുമെന്ന്. നിങ്ങൾക്ക് കൊടുക്കാൻ പൈസ ഇല്ലാഞ്ഞിട്ടാണോ? ജനങ്ങളുടെ മനസ്സിൽ നിന്നും നിങ്ങളൊക്കെ മാഞ്ഞു പോകാൻ തുടങ്ങി ജയറാമേട്ട. നല്ലൊരു മനുഷ്യൻ എന്ന വ്യക്തിയിൽ നിന്നും നിങ്ങളൊക്കെ മാഞ്ഞു പോകാൻ തുടങ്ങിയിരിക്കുന്നു. ഇങ്ങനൊന്നും കാണിക്കരുത്, ശരിയല്ല കേട്ടോ.